പ്രിയപ്പെട്ട ഷാലോം പ്രേക്ഷകരെ, നിത്യജീവൻ്റെ പാതയിലേക്ക് സ്വാഗതം. ഇന്നേ ദിവസം ഒരു യുവാവിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇന്ന് അനേക യുവജനങ്ങൾ പ്രായമായിട്ട് മതി ആധ്യാത്മികതയും മറ്റു കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴേ ചെറുപ്പകാലത്തിലെ തന്നെ KCYM-ലൂടെ കടന്നു വരികയും KCYM-ൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ചുറ്റുപാടുകളിലുള്ള അനേകരുടെ ജീവിതങ്ങൾ സ്വന്തം ജീവിതത്തെ സ്പർശിക്കുകയും സാംസ്കാരിക രംഗത്തും സമൂഹത്തിലും ഒപ്പം വ്യക്തിപരമായി ഓരോ മനുഷ്യനെയും ഇന്ന് തകർത്തുകൊണ്ടിരിക്കുന്ന മദ്യവിപത്തിനെയൊക്കെ മനസ്സാക്ഷിയിലുണ്ടാക്കിയ വിള്ളലോടുകൂടി നടക്കുന്ന കാലയളവിൽ എന്തൊക്കെയോ ചെയ്ത് സന്തോഷിച്ച, എന്തൊക്കെയോ സൽപ്രവൃത്തികളിൽ ആനന്ദിച്ച ഒരു യുവാവ് വചനം ഹൃദയങ്ങളിൽ പേറിയപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും യുവാവായി യേശുവിൻ്റെ ദൗത്യം തന്നിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു നല്ല ജോലിയുടെ ഇടയിൽ അതോടൊപ്പം തന്നെ വൃദ്ധരായ മാതാപിതാക്കളുള്ളിടത്ത് ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ട് തന്നെ മറ്റു മനുഷ്യരുടെ ദുഃഖങ്ങളിലും വേദനകളിലും പങ്കെടുക്കുവാൻ ഒരു ആതുര ശുശ്രൂഷയിലും അതോടൊപ്പം മറ്റു പല ശുശ്രൂഷാ രംഗങ്ങളിലും പ്രവർത്തിക്കുന്ന കാട്ടിപ്പറമ്പിലുള്ള ജോസഫിൻ്റെ അടുക്കിലേക്ക് നമുക്ക് പോകാം. ഇത് എറണാകുളം കണ്ണമാലിക്കടുത്ത് കാട്ടിപ്പറമ്പിലുള്ള ജോസഫ് തൈക്കൂട്ടത്തിൽ. അനാഥർക്കും അഗതികൾക്കുമായി കാട്ടിപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന അസീസി റിലീഫ് സെന്ററിന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ജോസഫ് തൈക്കൂട്ടത്തിൽ KCYM എന്ന യുവജന പ്രസ്ഥാനത്തിലൂടെ സമൂഹത്തിന്റെ മുഖം ദർശിക്കുകയും പിന്നീട് തിരുവചനത്തിന്റെ ദർശനങ്ങൾ ഹൃദയത്തിലേറ്റുവാങ്ങി അനേകർക്ക് ആശ്രയമാകുന്ന സ്നേഹ ശുശ്രൂഷയും ഇപ്പോൾ നിർവഹിക്കുന്നു. അനേക വ്യക്തികളുടെ ജീവിതാനുഭവങ്ങൾ നിത്യജീവൻ്റെ പാതയിലുള്ള തങ്ങളുടെ യാത്രയിൽ വളരെയധികം പ്രചോദനമായിട്ടുണ്ട്. ഈ ആഴ്ചയിൽ ജോസഫിൻ്റെ ജീവിതാനുഭവത്തിലൂടെ കർത്താവ് നടന്നു നീങ്ങുന്നത് കാണുവാൻ ഷാലോം പ്രേക്ഷകർക്ക് അതിയായ താല്പര്യമുണ്ട്. ജോസഫിനെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജോസഫിനെ ഒന്ന് ഷാലോം പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ജോസഫ്. സെൻറ്റ് ഫ്രാൻസിസ് അസീസി ഇടവകയാണ് എൻ്റെ ഇടവക. എൻ്റെ വീട്ടിൽ ഒരു ബ്രദറുണ്ട്, അതുപോലെ തന്നെ 2 സിസ്റ്റേഴ്സ്, അച്ഛൻ, അമ്മ. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ്. മറ്റുള്ളവർ 2 പേരെ കല്യാണം കഴിച്ചു, സിസ്റ്റേഴ്സിനെ കല്യാണം കഴിച്ചു. എൻ്റെ ചേട്ടൻ പുതിയ വീട്ടിൽ കല്യാണം കഴിച്ച് താമസിക്കുന്നു. എങ്ങനെയാണ് ജോസഫ് ഈ രംഗത്തേക്ക് കടന്നു വരാനിടയായത്? ഞാൻ KCYM-ലൂടെയാണ് എൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾ, പൊതു കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. KCYM-ൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായിട്ടും അതുപോലെ തന്നെ മേഖലാ പ്രസിഡൻറ്റും കൊച്ചി രൂപത വൈസ് പ്രസിഡൻറ്റും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഒരുപക്ഷെ ആത്മീയമായിട്ട് കൂടുതൽ അറിവില്ലായിരുന്നു എങ്കിലും സംഘടനാ തലത്തിൽ ആളുകളെ സംഘടിപ്പിക്കുന്നതിലും ഓരോ പരിപാടികൾ ചെയ്യുന്നതിലും എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ കൂടുതൽ ആത്മീയതയിലേക്ക് അപ്പോഴും എനിക്ക് വരാനായിട്ട് സാധിച്ചില്ലായിരുന്നു. പിന്നീട് എങ്ങനെയാണ് ഇതിലേക്ക് വരാൻ സഹായിച്ചത്? ഇതിലേക്ക് വരാനായിട്ട് സഹായിച്ചത് ഒരുപക്ഷെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങിത്തിരിച്ചപ്പോൾ ഒട്ടേറെ പ്രശ്നങ്ങൾ എനിക്ക് അഭിമുഖീകരിക്കാനായിട്ടും അതിലേക്ക് കാണാനായിട്ടും എനിക്ക് സാധിച്ചു. ഓരോരുത്തരുടെ പ്രയാസങ്ങൾ ഒരുപക്ഷെ സാധാരണ പൊതുപ്രവർത്തകർ ചെയ്യുന്നത് പോലെ റോഡുകൾ നിർമ്മിക്കുകയും വഴികളൊക്കെ ശരിയാക്കുകയൊക്കെ ചെയ്യുന്ന ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കും അതിലൊക്കെ പങ്കാളിത്തം ആകാനായിട്ട് സാധിച്ചു. അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് ഓരോ ഭവനങ്ങളിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, ദുഃഖങ്ങളൊക്കെ എനിക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിച്ചു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്കും തോന്നി കൂടുതൽ ആഴത്തിലേക്ക് ഇതിലേക്കൊന്ന് ഇറങ്ങിത്തിരിക്കാനായിട്ട് എനിക്കൊരു അവസരം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചു. അതനുസരിച്ച് എനിക്ക് അതിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട് ഒരു ശ്രമം നടത്തി. അല്ല, ആ ശ്രമം ഏതെല്ലാം മേഖലകളിലേക്ക് നിങ്ങൾ ഉയർത്തി? വാസ്തവത്തിൽ ആ ശ്രമം ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ കുടുംബ യൂണിറ്റുകളിൽ ഒരുപക്ഷെ എൻ്റെ അന്നത്തെ വികാരിയച്ഛൻ ഫാദർ ജോബ് തൈക്കാളമുറിയച്ഛനായിരുന്നു. KCYM-ലെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടാവണം അച്ഛൻ എന്നെ കുടുംബ യൂണിറ്റുകളിലേക്ക്, എല്ലാ കുടുംബ യൂണിറ്റുകളിലും പോകണമെന്ന് പറഞ്ഞു. 25 കുടുംബ യൂണിറ്റാണ് എൻ്റെ ഇടവകയിലുള്ളത്. ആ 25 കുടുംബ യൂണിറ്റുകളിലും അന്നൊരു വൈദിക വിദ്യാർത്ഥിയായിരുന്ന ഇന്ന് അച്ഛനാണ് അദ്ദേഹം ജോഷി അച്ഛൻ, അച്ഛൻ്റെ കൂടെ ഒന്ന് സഹായിക്കാൻ പോകണം എന്ന് വികാരി അച്ഛനോട് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് 1-ാം കുടുംബ യൂണിറ്റ് മുതൽ
25-ാം കുടുംബ യൂണിറ്റ് വരെ എനിക്ക് പോകേണ്ടി വന്നു. ആ പോകുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് വചനവും മറ്റും കാര്യങ്ങളും ബ്രദർ പറയുമെങ്കിലും മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയിരുന്നു. അതനുസരിച്ച് അവിടുത്തെ പ്രശ്നങ്ങൾ മദ്യപാനത്തിനെതിരെയുള്ളൊരു ബോധവൽക്കരണമാണ്. മദ്യപാനം, മയക്കുമരുന്നിനെതിരെയുള്ള പരിപാടികളൊക്കെ, നീക്കങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിനെ ചെറുക്കാനായിട്ടുള്ള ഒരു ബോധവൽക്കരണ പരിപാടിയായിട്ടാണ് ഞാൻ ആദ്യം ഇറങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു പ്രോത്സാഹനമാണ് കിട്ടിയത്. അങ്ങനെ നിരവധി യൂണിറ്റുകളിൽ, ഇങ്ങനെ 16 യൂണിറ്റുകളിൽ ഇതേപോലെ ബോധവൽക്കരണ ക്ലാസ് നടത്തി. അതിനുശേഷം എനിക്ക് ചെറിയൊരു ദുരനുഭവം കൂടി ഉണ്ടായി. ആ അനുഭവം എന്ന് വെച്ചാൽ, ഞാൻ പതിവ് പോലെ എൻ്റെ ജോഷി ബ്രദറിനെ അച്ഛനെ വികാരിയച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്നാക്കി അച്ഛനോട് അല്പം സംസാരിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് മദ്യമയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ കൂട്ടം ചേർന്ന് എന്നെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു. ഞാനൊരു 2 ആഴ്ചയോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. പക്ഷേ എന്തിനു വേണ്ടിയാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചത്? എൻ്റെ ഈ മർദ്ദനം ഏറ്റുവെങ്കിലും നല്ലൊരു ബോധവൽക്കരണമായിട്ട് എനിക്ക് ജനങ്ങളുടെ ഇടയിൽ കൊടുക്കുവാനായിട്ട്, എനിക്ക് അല്പം മർദ്ദനം ഏൽക്കേണ്ടി വന്നാൽ ജനങ്ങളെല്ലാവരും അറിഞ്ഞ് എന്തുകൊണ്ടാണ് എനിക്ക് മർദ്ദനമേറ്റത്, എന്തിൻ്റെ പേരിലാണ് മർദ്ദനമേറ്റത്, അത് ജനങ്ങളുടെ ഇടയിൽ ഒരു ചർച്ച ആവുകയും എനിക്ക് വേണ്ടിയിട്ട് പ്രതിഷേധിച്ചുകൊണ്ടുള്ള യോഗങ്ങളൊക്കെ നടന്നു. അതിനുശേഷം വിവിധ ബോധവൽക്കരണ പരിപാടികൾ വീണ്ടും നടന്നു. ജനങ്ങളെല്ലാം രംഗത്തേക്ക് ഇറങ്ങി എന്നുള്ളതാണ്. അല്പം വേദന സഹിച്ചിട്ടാണെങ്കിലും ഇതൊക്കെ അന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആത്മീയമായിട്ട് കൂടുതലൊന്നും അടുത്തില്ലായിരുന്നു. പിന്നീട് എനിക്ക് ചിന്തിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ ആലോചിച്ചിരുന്നു, ഇത് ദൈവം ഇടവരുത്തിയ, അനുവദിച്ച ഒരു അവസരമായിട്ട് ഞാൻ അതിനെ കാണുകയാണ്. കാരണം എനിക്കൊരു മർദ്ദനമേറ്റപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് അത് പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു എന്നുള്ളതാണ്. അന്ന് കൊച്ചു കുട്ടികൾ വരെ സിറിഞ്ച് ഉപയോഗിക്കുകയും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥവിശേഷം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഈ പറയുന്ന സംഗതിയൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കാട്ടിപ്പറമ്പ് ഇപ്പോൾ മയക്കുമരുന്നിന് ഒരു ബോധവൽക്കരണം ഇപ്പോൾ ഇല്ല, തീർത്തുമില്ല. നേരത്തെ പത്രത്തിൽ തന്നെ വരുമായിരുന്നു മയക്കുമരുന്നിൻ്റെ കേന്ദ്രമാണ് കാട്ടിപ്പറമ്പ് എന്നുള്ളത്. പക്ഷെ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചു. എന്നാൽ മറ്റൊരു പ്രത്യേകത, ഇന്ന് എന്നെ മർദ്ദിച്ച ആളുകളെല്ലാം ഒരു സൗഹൃദപരമായിട്ടാണ് ഇന്ന് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതെന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അവരിപ്പോൾ പറയുന്നത് അന്ന് എന്നെ മനസ്സിലാക്കിയിരുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള ഒരവസ്ഥ. അത് എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുകയും എനിക്ക് കൂടുതൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കാനായിട്ട് അതൊരു പ്രചോദനം. ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ നിന്നും യാതൊരു ശുശ്രൂഷയിലേക്ക്, സമൂഹത്തിലെ പുറന്തള്ളപ്പെട്ട വ്യക്തികളിലേക്ക് ഇറങ്ങി വരുവാൻ സഹായകമായ കാര്യങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും. അതിനെ സംബന്ധിച്ച് ഞാനിതേപോലെ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു ആളെന്ന നിലയിൽ എൻ്റെ ഇടവകയിലുള്ള ഒരു പ്രാർത്ഥന കൂട്ടായ്മയുണ്ട്. ഫിലോ ചേച്ചി എന്ന് പറയുന്ന ഒരു ചേച്ചി നേതൃത്വം നൽകുന്ന, ഫിലോ ലൂയിസ് എന്ന് പറയുന്ന അവർ നേതൃത്വം നൽകുന്ന ഒരു പ്രാർത്ഥന ഗ്രൂപ്പാണ്. അവരുടെ ഇടയിൽ പ്രാർത്ഥിച്ച് ബഹുമാനപ്പെട്ട കൊച്ചിയിലച്ഛനൊക്കെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പങ്കെടുക്കുന്ന ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ വെച്ച് അവർ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ ഒരു സംഗതിയാണ് ഒരു അഗതികൾക്കായിട്ടൊരു മന്ദിരം തുടങ്ങണമെന്നുള്ളത്. അപ്പോൾ അവർ അങ്ങനെയാണെങ്കിൽ വികാരിയച്ഛനും കൂടി ഇവിടെ ഒന്ന് ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്ന സമയത്താണ് എന്നെ കണ്ടത്. എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഫിലോ ചേച്ചി പറഞ്ഞു, ഞങ്ങളുടെ ഇങ്ങനൊരു സംഭവമുണ്ട്, അതിനോട് സഹകരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവില്ലായിരുന്നു. എങ്കിലും ശരി ഞാനും വരാം എന്നും പറഞ്ഞ് അന്നത്തെ ദിവസം അവരോടൊപ്പം കൂടുകയാണ് ഉണ്ടായത്. അന്ന് മുതൽ തീർച്ചയായിട്ടും അവരോടൊപ്പം എനിക്ക് ആകാനായിട്ടും ഒക്കെ സാധിച്ചു. പക്ഷേ മറ്റൊരു അത്ഭുതം എന്ന് പറയുന്നത്, ഇതേ സമയത്ത് തന്നെ മറ്റൊരു ഗ്രൂപ്പ് ബഹുമാനപ്പെട്ട കൊച്ചിയിലച്ഛൻ്റെയും അതേപോലെ തന്നെ ജോയ് ബ്രദർ, ഇന്ന് ഈ അസീസ് റിലീഫ് സെൻറ്ററിൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ്, അദ്ദേഹവും അതുപോലെ തന്നെ ജൂഡ്സൺ, ജോസഫ് സിറിൾ, ഡോക്ടർ തോമസ് മാളിയേക്കൽ അവരടങ്ങുന്ന ഒരു ഗ്രൂപ്പ്, അവരും ആഗ്രഹിച്ചിരുന്നു എവിടെയെങ്കിലും ഒരു അഗതി മന്ദിരം തുടങ്ങണമെന്നുള്ളത്. അവരുടെയും പ്രാർത്ഥനയിൽ രൂപപ്പെട്ട ഒരു കാര്യമാണ് അത്. അതേസമയം തന്നെ എൻ്റെ ഇടവകയിലായില്ല, കാട്ടിപ്പറമ്പ് ഇടവകയിൽ ഫാദർ ജോബ് തൈക്കാളമുറി അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ജീസസ് യൂത്ത് ഗ്രൂപ്പുകാരും ഒരു മന്ദിരം തുടങ്ങണമെന്നുള്ള ആശയവുമായിട്ട് അവരും പ്രാർത്ഥിച്ച് ഒരവസരത്തിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. എന്നാൽ ദൈവം ഈ 3 ഗ്രൂപ്പുകളെ ഒന്നിപ്പിക്കുകയായിരുന്നു. അതിലൂടെ ഉണ്ടായ ഒരു സ്ഥാപനമാണ് അസീസി റിലീഫ് സെൻറ്റർ എന്ന് പറയുന്ന സ്ഥാപനം. വാസ്തവത്തിൽ ഈ സെൻറ്റർ തുടങ്ങി പ്രവർത്തനം ആരംഭിച്ചെങ്കിലും അതിലേക്ക് വരുന്നതിന് മുമ്പ് ജൂഡ്സൻ്റെയൊക്കെ ഈ മറ്റ് ശുശ്രൂഷകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ജൂഡ്സനാണ് എന്നെ കൂടുതലായിട്ട്, ഇപ്പോൾ മൊബൈൽ ബാത്ത് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, വഴിയോരങ്ങളിൽ തിരിഞ്ഞ് നടക്കുന്ന ആളുകളെയൊക്കെ കുളിപ്പിച്ച് അവർക്ക് വസ്ത്രം നൽകി, ഭക്ഷണം നൽകി, വിവിധ ആശ്രമങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാമാണ്.
അതിൽ എനിക്കും പങ്കാളി ആകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെയാണ് പ്രചോദനം എനിക്കുമായത്. ഇവരോടൊപ്പം കൂടുതൽ അടുക്കാനായിട്ടും അവരെ സ്നേഹിക്കാനായിട്ടുള്ള ഒരു പ്രചോദനം ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് ജൂഡ്സിന് കൂടെയുള്ള പ്രവർത്തനം കൊണ്ടാണ് എനിക്കങ്ങനെ സാധിച്ചത്. വാസ്തവത്തിൽ 3 സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ഒന്നിച്ച് സ്വരൂപിച്ചപ്പോഴേ അസീസി ഭവനുണ്ടായി. അതെങ്ങനെ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? എപ്രകാരമാണ് തുടക്കത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് വിശദീകരിക്കാമോ? 2002 ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നടന്നത്. അത് 2002 മാർച്ച് 17 ബഹുമാനപ്പെട്ട ആൻ്റണി കൊച്ചേരിലച്ചനാണ് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തത്, അഗതി മന്ദിരം. അന്ന് ഒട്ടേറെ പ്രവർത്തകരുണ്ടായിരുന്നു, ജീസസ് യൂത്തും അവരൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഇന്ന് CMSൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തകർ ആദ്യം ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷെ ദൈവം അനുവദിക്കുന്ന വ്യക്തികളെ മാത്രമേ ഇതിനകത്ത് പ്രവർത്തകരായിട്ട് ദീർഘനാൾ നിർത്തുള്ളൂ എന്നുള്ളത് അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ധാരാളം പേര് വന്നു പോകുന്നുണ്ട്. പക്ഷെ ദൈവവും കൂടി ആഗ്രഹിച്ചാൽ മാത്രമേ ഈ ശുശ്രൂഷ രംഗത്ത് നിലനിർത്തുള്ളൂ എന്നുള്ളത് എനിക്ക് പ്രത്യേകിച്ച് ബോധ്യം വന്നിട്ടുണ്ട്. കാരണം അവിടുത്തെ ദൈനംദിന കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്, കൺവീനർ എന്ന നിലയിൽ. ഇതൊരു ട്രസ്റ്റായിട്ട് രൂപീകൃതമായിട്ടുണ്ട്. അതിൻ്റെ ട്രസ്റ്റിൻ്റെ പ്രസിഡൻറ്റ് ബഹുമാനപ്പെട്ട ജോയ് പുത്തമ്പുരക്കൽ നസ്രത്ത് എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇതിൻ്റെ പ്രസിഡൻറ്റ്. ഞാൻ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി കൂടിയാണ്. ഒരു MX ജൂഡ്സൺ കേഷ്യറാണ്. അതുപോലെ തന്നെ ഫാദർ ആൻ്റണി കൊച്ചേരിലച്ചൻ ഇതിൻ്റെ ഡയറക്ടറാണ്. ഒരു ജോസഫ് സിറിളും 2 ഡോക്ടേഴ്സ്, ഡോക്ടർ തോമസ് മാളിയക്കലും ഡോക്ടർ ജോയ് ജോർജും അടങ്ങുന്നതാണ്. അതുപോലെ തന്നെ ഒരു ആൻ്റണി ചേട്ടൻ കഴിഞ്ഞ ദിവസം നിത്യജീവൻ്റെ പാതയിലെന്ന ഇതിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ശ്രീ ആൻ്റണി ചേട്ടനും ഇതിൻ്റെ അകത്ത് ട്രസ്റ്റ് മെമ്പറാണ്. അവരാണ് ഔദ്യോഗികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നോക്കുന്നതും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ തരുന്നതും ഈ ട്രസ്റ്റാണ്. പക്ഷേ ദൈനംദിന കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതും, ഇപ്പോൾ ഒരു നാളത്തെ ഭക്ഷണം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അവിടുത്തെ അവരെ ശുശ്രൂഷിക്കുന്ന രീതി എങ്ങനെയായിരിക്കണം, അവിടുത്തെ എന്തൊക്കെ കുറവുകളൊക്കെ ഉണ്ട്, അതെല്ലാം പരിഹരിക്കുന്നതിന് ഒരു കമ്മിറ്റിയുണ്ട്. അതൊരു 20 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. അതിൻ്റെ കൺവീനറും ഞാനാണ്. അതിൽ എനിക്ക് അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നത്, ഒരുപക്ഷെ മറ്റുള്ള കമ്മിറ്റി അംഗങ്ങളെല്ലാവരും എന്നേക്കാൾ പ്രായം കൂടിയ ആളുകളാണ്, ഞാൻ പ്രായം കുറഞ്ഞ ആളുകളാണ്. ഇത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എനിക്കിതെങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളത്. കാരണം എന്നേക്കാൾ പ്രായമായിട്ടുള്ള ആളുകളാണ് വിവിധ കമ്മിറ്റിയുള്ള ആളുകൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡോക്ടേഴ്സ് ഉണ്ട്, 2 സിസ്റ്റേഴ്സ്, സിസ്റ്റർ മേരി മാർട്ടിനും സിസ്റ്റർ ആലീസും ഒക്കെ ഇതിൻ്റെ അകത്ത് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അവരെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് എന്നെപ്പോലുള്ള ഒരാൾക്ക് എങ്ങനെ സാധിക്കുമെന്ന് വെച്ചാൽ ഞാൻ അത്ഭുതമായിട്ട് ഇന്നും അതിനെ കാണുകയാണ്. ഇത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിപാലനയിൽ പോകുന്ന ഒരു സ്ഥാപനമായിട്ട് ഞാൻ ഇന്നും അതിനെ കാണുന്നു. അങ്ങനെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് എനിക്ക് അല്പം താമസം വന്നു എന്നുള്ളത് ശരിയാണ്. കാരണം കൂടുതൽ ഞാൻ ധ്യാനം കാര്യമായിട്ടൊന്നും കൂടിയിട്ടില്ലായിരുന്നു. ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലാണ് എനിക്ക് ധ്യാനം കൂടാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയത്. അന്ന് മുതൽ എനിക്ക് ഇതിനോട് വളരെയേറെ താല്പര്യം തോന്നി. അതിനു മുമ്പൊക്കെ എനിക്ക് ധ്യാനത്തിനോട് അത്ര താല്പര്യമില്ലാതിരുന്നൊരു വ്യക്തിയാണ്. പക്ഷേ പിന്നീട് എനിക്ക് അതിനോട് വലിയൊരു താല്പര്യം തോന്നുന്നു. പ്രത്യേകിച്ച് സ്തുതിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന അന്ന് എനിക്ക് ഒരു അത്ര സ്വീകാര്യമായിട്ടുള്ള എന്നായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. പിന്നീടാണ് അതിലേക്ക് പങ്കെടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്കും അറിയാതെ സ്തുതിപ്പും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് അതിൽ നിന്ന് ഒരുപാട് ഊർജ്ജം നമുക്ക് ലഭിക്കുന്നെന്നുള്ള തോന്നൽ എനിക്ക് ഉണ്ടായത്. ആ ഊർജ്ജത്തിൽ നിന്നാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പ്രചോദനവും കിട്ടുന്നത്. ഒരുപക്ഷെ ഞാനിതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഞാനെന്ന വ്യക്തിയല്ല ചെയ്യുന്നതെന്നുള്ള ബോധ്യം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടായി. അത് തീർച്ചയായിട്ടും ഇതിനു മുമ്പ് വരെ ഞാൻ വിചാരിച്ചിരുന്നത് ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഒരു അഹങ്കാരവും കൂടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ധ്യാനവും മറ്റു കാര്യങ്ങളും കൂടുതൽ ആത്മീയതയിലേക്ക് അടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇത് ഞാനല്ല ചെയ്യുന്നത്. കാരണം ഇത് ദൈവം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നിലൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് എന്നെ വേണമെങ്കിൽ വെക്കാം. അത് എവിടെ വേണമെങ്കിലും പറയുന്നതിലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം ഞാൻ ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം എന്നിലൂടെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള യോഗ്യത എനിക്ക് ഇല്ല എന്ന് തന്നെ പറയാം. കർത്താവാണ് എന്നെ ഈ വഴിക്ക് നയിക്കുന്നത്. കർത്താവാണ് എന്നിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തിരുവചനത്തിൻ്റെ ആഴവും അർത്ഥവും ഹൃദയത്തിലേറ്റുവാങ്ങി വലിയൊരു ശുശ്രൂഷാ നിരയും ശുശ്രൂഷകരുടെ നിരയും ഇന്ന് ഈ അസീസി റിലീഫ് സെൻ്ററിൽ തണലേകുന്നു. അനുദിന ജീവിതത്തിൻ്റെ തിരക്കിൽ നിന്നും സമയം കണ്ടെത്തിക്കൊണ്ട് ഈ സ്നേഹകൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഇവർ വന്നെത്തുന്നു.
ആരോരുമില്ലാതെ സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളപ്പെടുന്ന അനേകർ ഇവിടെ കാരുണ്യത്തിൻ്റെ ഉറവ നുകരുകയും ക്രൂശിതന്റെ സ്നേഹം ദർശിക്കുകയും ചെയ്യുന്നു. ശരിക്കും ഈശോ ദൈവപുത്രനാണെന്നുള്ള ബോധ്യം കിട്ടിയപ്പോൾ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറി, നമ്മുടെ നിലപാട് മാറി. അപ്പോൾ ഇങ്ങനെ ആയപ്പോഴേ ഈ വ്യക്തികളോടുള്ള പെരുമാറ്റ രീതികളും അവിടെ നടക്കുന്ന ശുശ്രൂഷകളും എങ്ങനെ സ്വന്തമായിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളതൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. ഞാനവിടെ ഇപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് നേരെ പോകുന്നത് അസീസി റിലീഫ് സെൻറ്ററിലേക്കാണ്. അവിടെ ചെന്നിട്ട് എല്ലാ മക്കളെയും, അവിടെ ഇപ്പോൾ നിലവിൽ 26 പേരാണ് താമസിക്കുന്നത്. 15 പുരുഷന്മാരും 11 സ്ത്രീകളും. എല്ലാവരും പ്രായമായിട്ടുള്ള ആളുകളാണ്. ഇതിനു മുമ്പ് ഒരു 200-ൽ പരം വരുന്ന ആളുകളെയെങ്കിലും ഈ സ്ഥാപനത്തിലൂടെ വന്നു പോയിട്ടുണ്ട്. കാരണം ഒരുപക്ഷെ പിണങ്ങി വരുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തെറ്റിപ്പിരിഞ്ഞ് ഭർത്താവിനോടോ അല്ലെങ്കിൽ ഭാര്യനോടോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളോടോ മക്കളോടൊക്കെ തെറ്റിപ്പിരിഞ്ഞ് വരുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവരെയൊക്കെ ഞങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തുമെങ്കിലും പിന്നീട് സ്വന്തം ഭവനങ്ങളിലേക്ക് കൊണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു 300-ൽ പരം വരുന്ന ആളുകളെ സ്വന്തം ഭവനങ്ങളിലേക്ക് കൊണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ അസീസി റിലീഫ് സെൻറ്ററിലേക്ക് പോകുമ്പോൾ ആദ്യം ചെയ്യുന്നത് പള്ളിയിൽ പ്രാർത്ഥിക്കുകയും അവിടെ ഒരു മനോഹരമായിട്ടുള്ള ചാപ്പലുണ്ട്. ആ ചാപ്പലിനും വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ കാണുന്നു. കാരണം അസീസി റിലീഫ് സെൻറ്റർ എന്ന് പറയുന്ന സ്ഥാപനം വാടകയ്ക്കാണ് ആദ്യം തുടങ്ങിയത്. ഇപ്പോൾ നിലവിലുള്ള സ്ഥാപനത്തിൻ്റെ കിഴക്ക് വശത്താണ് ഈ അസീസി റിലീഫ് സെൻറ്റർ എന്ന സ്ഥാപനം തുടങ്ങിയത്. അന്ന് ആണ് ബഹുമാനപ്പെട്ട ആൻ്റണി കൊച്ചിയിലച്ചൻ ഉദ്ഘാടനം ചെയ്തത്. അന്നൊരു വാടകയ്ക്കായിരുന്നു. ടെലഫോണിന് വാടക, വെള്ളത്തിന് വാടക, ഒരുപാട് ചിലവുണ്ടായിരുന്ന സംഭവമാണ്. ഒരുപക്ഷെ വികാരിയച്ഛൻ പോലും പറഞ്ഞു ഇതൊക്കെ എങ്ങനെ നടത്തിക്കൊണ്ട് പോകും എന്ന് അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ദൈവം അന്ന് മുതൽ തന്നെ ഇതിൻ്റെ അകത്ത് പരിപാലിച്ചു പോകുന്നൊരു സ്ഥാപനമായിട്ട് അന്നേ എനിക്ക് തോന്നിയിരുന്നു. കാരണം ഒന്നിനും ഒരു കുറവും അന്ന് സംഭവിച്ചിട്ടില്ലായിരുന്നു. കാരണം കുറച്ച് നാൾ ഒരു 11 മാസം വാടകയ്ക്ക് താമസിച്ചപ്പോഴും ഇനി അടുത്ത സ്ഥലം ആ വാടക ഉടമസ്ഥനോട് നിന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ അടുത്ത സ്ഥലം അന്വേഷിക്കാൻ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടി. നിലവിലൊരു സ്ഥലം ഞങ്ങൾക്ക് ലഭിച്ചപ്പോൾ അതന്വേഷിച്ച് ആളുകളെയുമായിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുമ്പോൾ ആ സ്ഥല ഉടമസ്ഥൻ പറഞ്ഞു അവിടെ ഇനി പറ്റില്ല, അവിടെ കൈകൊട്ടിപ്പാട്ടും മറ്റുമൊക്കെ ആയിരിക്കും, ഞങ്ങൾക്ക് ശല്യമായിരിക്കും, അത് പറ്റില്ല എന്ന്. ആ സമയത്ത് ക്യാൻസൽ മറുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളാകെ ശബ്ദരായി. കാരണം എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്തൊരവസ്ഥ. ഇനി എങ്ങോട്ട് പോകും? അവരവിടെ നിന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ കെട്ടി ആളുകളെയുമായിട്ട് ഇറങ്ങി. എനിക്ക് തോന്നുന്നത് ബഹുമാനപ്പെട്ട കൊച്ചിയിലച്ചൻ പറഞ്ഞതുപോലെ പൂച്ചക്കുഞ്ഞുങ്ങളെയുമായിട്ട് അടുത്ത സ്ഥലം അന്വേഷിച്ച് പോകുന്നത് പോലെ ഈ മക്കളെയുമായിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ ചെന്ന ആ സ്ഥലം ഞങ്ങൾക്ക് കിട്ടാത്ത ഒരവസ്ഥ. പെട്ടെന്നാണ് ശോശാമ ചേച്ചിയും അതേപോലെ തന്നെ ജോയി ബ്രദറും അവിടുത്തെ നിലവിലൊരു മെമ്പറുണ്ട് പാലിച്ചേട്ടൻ, ഇവരൊക്കെ വഴിയായിട്ട് ഒരു ചേച്ചിയുടെ വീട് ഞങ്ങൾക്ക് തരപ്പെടുത്തി തരികയും അന്ന് തന്നെ ആ സ്ഥാപനത്തിലേക്ക് ആ ഒരു വീട്ടിലേക്ക് മാറുകയും ചെയ്തു. അവിടെ വെച്ച് തീർച്ചയായിട്ടും 1 വർഷം പൂർത്തിയായി കഴിഞ്ഞു. ആ 1 വർഷം പൂർത്തിയായപ്പോഴാണ് അഭിവന്യ തട്ടുങ്കൽ പിതാവ്, അന്ന് കൊച്ചി ഡയസസിൻ്റെ ബിഷപ്പായിരുന്നു, അവിടെ വെച്ച് സെഹിയോൻ ഊട്ടുശാല അവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്തു. 1 വർഷം ഈ അസീസി മന്ദിരത്തിൻ്റെ 1 വർഷം പൂർത്തീകരണത്തിൻ്റെ വാർഷികത്തിൻ്റെ അന്ന് സെഹിയോൻ ഊട്ടുശാല കൊച്ചി ഡയസസിൻ്റെ ആരംഭിച്ചു. എന്നൊരു 22ഓളം ഊട്ടുശാലകളുണ്ട്. അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ അസീസി റിലീഫ് സെൻറ്റർ. അതും ഈ ഒരു നേരത്തെ ആഹാരം, ഉച്ചയ്ക്ക് ഒരു നേരത്തെ ആഹാരത്തിന് ആര് വിശന്ന് വരുന്നുവോ അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് സെഹിയോൻ ഊട്ടുശാലയുടെ ദൗത്യം. അതനുസരിച്ച് ഇപ്പോൾ നിലവിലിപ്പോൾ 2 പേരെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്നുള്ളൂ എങ്കിലും ഈ 26 പേരും അതുപോലെ തന്നെ ഈ 2 പേരും ഉണ്ട്. ആര് വന്നാലും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ പോകുന്നത്. ഞാൻ തുടക്കം പറഞ്ഞ പോലെ ഞാൻ വന്ന് ഇവരെയൊക്കെ നേരിട്ട് ഓരോ മക്കളെയും നേരിട്ട് കണ്ട് സംസാരിക്കും. എനിക്ക് തോന്നുന്നത് എൻ്റെ ജോലി സമയത്ത് കൃത്യമായിട്ട് എനിക്ക് പോകാം. എനിക്കൊരു ജോലിയുണ്ട്, അരൂര് തന്നെയാണ് എൻ്റെ ജോലി സ്ഥലം. അതെന്താണ്? അതൊരു എൻജിനീയറിംഗ് വർക്ക്ഷോപ്പാണ്. ഞങ്ങൾ 3 പേര് കൂടി നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എവിടെയെങ്കിലും പോകാനായിട്ടുള്ളൊരു അവസരം അതും ദൈവം ഒരുക്കിയതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഞാനൊരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്തിരുന്നത് എങ്കിലും അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് സജീവമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ആ ജോലി സ്ഥലത്തിന് മാത്രമേ എനിക്ക് ആശ്രയിക്കേണ്ടി വരുമായിരുന്നു. അവരുടെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടി വന്നാനേ. പക്ഷേ ഇത് 3 പേരും കൂടി ആയതുകൊണ്ട് എനിക്ക് സമയം കണ്ടെത്താൻ സാധിക്കുന്നു. ബാക്കി ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അതും ദൈവം ഒരുക്കിയതായിട്ട് എനിക്ക് മനസ്സിലായി.
അപ്പോൾ ഇവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കും വ്യക്തിപരമായിട്ടുള്ള? ഇവർക്ക് വ്യക്തിപരമായിട്ട് ഇവരിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. സഹായിക്കാനായിട്ട് നമ്മുടെ മൈക്കിൾ പാലിയത്തറയും ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ അതുകൂടാതെ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ പറയുകയാണെങ്കിൽ അതെല്ലാം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് തയ്യാറാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവർക്ക് നല്ലൊരു സ്നേഹത്തോടെയുള്ളൊരു സംസാരം അവരും ആഗ്രഹിക്കുന്നതാണ്. സ്നേഹത്തോടെയുള്ള സംസാരം, ആ സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ അവർക്കും ഹാപ്പിയാണ്, എനിക്കും ഹാപ്പിയാണ്. കാരണം ഇവരോടൊക്കെ എനിക്കും മറ്റുള്ളവരോടും പറയാനായിട്ടുള്ളതാണ്, ഇങ്ങനെയുള്ള അഗതികളോടൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ആ സംസാരിക്കുന്ന വ്യക്തിക്കും ആ സംസാരം കേൾക്കുന്ന വ്യക്തിക്കും വളരെ വലിയൊരു സന്തോഷം. അതൊരു പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് വന്ന് അനുഭവിച്ചാലേ അതിൻ്റെ ഒരു മഹത്വം നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ നഖങ്ങൾ വെട്ടാനായിട്ടും വസ്ത്രങ്ങൾ, മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എല്ലാം മാറണമെന്നുള്ള ഞാൻ കർശന നിർദ്ദേശം തന്നെ കൊടുത്താണത്. മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒരിക്കലും ധരിക്കരുത്. അങ്ങനെ നല്ല നീറ്റായിട്ട് അവിടെ വന്നു കഴിയുമ്പോൾ അറിയാം ആ സ്ഥാപനം ഏത് രീതിയിലാണ് നിൽക്കുന്നതെന്നുള്ളത്. കഴിയുന്നതും നീറ്റായിട്ട് കിടക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. പിന്നെ ഓരോ ദിവസം ഓരോ സ്പോൺസർമാരാണുള്ളത്. സ്പോൺസർമാരെന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ആഹാരത്തിനായിട്ട് എന്തെങ്കിലും നിയോഗം ഉണ്ടാവും. ചിലപ്പോൾ പക്ഷേ വിവാഹ വാർഷികം അല്ലെങ്കിൽ ജന്മദിനം അല്ലെങ്കിൽ ഏതെങ്കിലും മരണസംബന്ധമായിട്ടുള്ള 7, 30 അല്ലെങ്കിൽ ചരമവാർഷികം, ഇതൊക്കെ നിയോഗം വെച്ചുകൊണ്ട് ഓരോരുത്തരും ഒരു ദിവസത്തെ ചിലവ് വഹിച്ചുകൊണ്ട് അവിടെ സ്പോൺസർഷിപ്പിൽ പങ്കാളികളാവും, ഭക്ഷണം നൽകിക്കൊണ്ട്. അങ്ങനെയാണ് ആ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പ് തന്നെ നടക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ദിവസം നമ്മൾ 1000 രൂപ, ഒരു ദിവസത്തെ ഫുൾ ചിലവാണ് 1000 രൂപ ആയിട്ട് മേടിക്കുന്നത്. ഒരു നേരത്തത് 500 രൂപയും ആയിട്ടാണ് വാങ്ങിക്കുന്നത്. പക്ഷേ അത് പലരും ചോദിക്കുന്നുണ്ട് ഇത് വെച്ച് എങ്ങനെ നടക്കുന്നു എന്നുള്ളത്. അതും അത്ഭുതമായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ഇത്രയും വാങ്ങിക്കുന്നുള്ളെങ്കിലും കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. ഒരു പക്ഷേ ഒരു ചാക്ക് അരി ആരെങ്കിലും കൊണ്ടുവന്ന് തരാം, പച്ചക്കറികൾ കൊണ്ടുവന്ന് തരാം, മുട്ട ചിലവ് കൊണ്ടുവന്ന് തരും, ഇറച്ചി കൊണ്ടുവന്ന് തരാം. അങ്ങനെ ഓരോരുത്തർ ഓരോ ഭാഗങ്ങൾ കൊണ്ടുവന്ന് തരുമ്പോൾ ഇതെല്ലാം നടന്നു പോകുന്നു. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് സാധനങ്ങളുടെ വിലയൊക്കെ കൂടി, അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് ഇതിന് ചാർജ് വർദ്ധിപ്പിച്ചുകൂടെ? അതിൻ്റെ ആവശ്യമില്ല, എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നു എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിപാലനയിൽ ആയതുകൊണ്ട് മാത്രമാണ് അത് നടക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ അന്തേവാസികൾ വന്നും പോയും വരുന്ന അവസ്ഥയിൽ ജോസഫിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും സന്തോഷകരമായതോ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് തോന്നുന്ന അനുഭവങ്ങൾ എന്തെങ്കിലും പങ്കുവയ്ക്കാനുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് ഒന്നും എടുത്തു പറയാനായിട്ടുള്ളത് ഒരു റോസി അമ്മ എന്ന് പറഞ്ഞൊരു ചേർത്തി ഉണ്ടായിരുന്നു. 73 വയസ്സുണ്ട്. അവർ ഒരു ആക്സിഡൻറ്റിൽ അവിടെ വീണിട്ട് കാലൊടിഞ്ഞായിരുന്നു. കാലൊടിഞ്ഞ് പറഞ്ഞാൽ സാധാരണ കാലൊടിയില്ല. അപ്പോൾ ആ കാലൊടിഞ്ഞ അതിൻ്റെ വേദന എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാനായിട്ട് ദൈവം എനിക്കൊരവസരവും എനിക്കും തന്നു. കാരണം ഞാനും ബൈക്കിന് പോകുന്ന സമയത്ത് ഒരു പയ്യൻ എൻ്റെ വണ്ടിക്കിട്ട് മുട്ടുകയും ഞാൻ മറിഞ്ഞ് വീഴുകയും ചെയ്തു. അത് വളരെ തിരക്കേറിയ ഒരു റോട്ടിൽ വെച്ചാണ് ആ സംഭവം നടന്നത്. പക്ഷേ അവിടെയും ദൈവം എന്നെ രക്ഷയ്ക്കായിട്ട് എത്തിയെന്നുള്ളതാണ്. തീർച്ചയായിട്ടും കാവൽ മാലാഖമാരെ അയച്ചു എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും അത് ഞാൻ അനുഭവിച്ചറിയായിരുന്നു. തിരക്കേറിയ കണ്ടെയ്നർ റോഡുകളൊക്കെ ഓടുന്ന ആ സ്ഥലത്ത് വെച്ചാണ് ഒരു ആക്സിഡൻറ്റ് എനിക്ക് സംഭവിക്കുന്നത്. എൻ്റെ കാലിന് ഒടിവ് സംഭവിച്ചു. അപ്പോൾ അതിൻ്റെ വേദന എന്താണെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ചേർത്തിക്കുണ്ടായിരുന്ന വേദന എത്രമാത്രം വലുതായിരിക്കും എന്നുള്ളത് എനിക്ക് ഊഹിക്കാവുന്നതാണ്. ഇപ്പോൾ പൊതുവേ ആരോഗ്യക്കുറവാണ്, രോഗാവസ്ഥയുമാണ്. പക്ഷേ ഈ ഒടിഞ്ഞ കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു. പക്ഷേ ആ വേദന സഹിച്ചുകൊണ്ടാണ് അവരത്ര നാൾ നടന്നത്. പക്ഷേ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തു, ഒത്തിരി പൈസകൾ ചിലവാക്കിയെങ്കിലും അവർ പിന്നീട് മരണപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അവരുടെ ആ വേദന എന്തുമാത്രം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് ദൈവം എനിക്കൊരവസരം തന്നു. അത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് എനിക്കും സാധിച്ചു എന്നുള്ളതാണ്. അതേപോലെ തന്നെ അവിടെ താമസിക്കുന്ന ഓരോ വ്യക്തികളും ഇപ്പോൾ കാലിൽ ഒരു വളരെ വണ്ണമുള്ള മന്ദം എന്നൊക്കെ പറയാമെങ്കിലും ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, വളരെ ഇതായിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ, അവരൊക്കെ എങ്ങനെ ഇതുമായിട്ട് പോകുന്നതെന്ന് നോക്കുമ്പോൾ വളരെ സങ്കടമാണ്. ഇങ്ങനെയും ആളുകളുണ്ടോ എന്നുള്ളത്. എന്നാൽ അവർക്കൊക്കെ ബന്ധുക്കളില്ലാത്തവരായിട്ട് ആരും തന്നെ ജനിക്കുന്നില്ല, എല്ലാവർക്കും ബന്ധുക്കളൊക്കെ ഉണ്ട്. പക്ഷേ എന്നിട്ടും അവർ ഇവിടെ വരേണ്ടുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരാളാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് നോക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ട്, ഒന്ന് സഹായിക്കാനായിട്ട്. ഇങ്ങനെ രോഗാവസ്ഥയിൽ ഒരു ആശ്വാസം കൊടുക്കാനായിട്ട് ആരുമില്ല. ബന്ധുക്കളുണ്ടായിട്ടും നോക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എന്ന് പറയുമ്പോൾ വളരെ ദയനീയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരോടായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് ഈ പ്രായമായിട്ടുള്ളവരെ തീർച്ചയായിട്ടും അവരെ ബഹുമാനിക്കുകയും അവരെ ഒന്നുമില്ലെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു ആശ്വാസം വാക്ക് കൊടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. കാരണം
ഈ പറയുന്ന രോഗികളായിട്ടുള്ള ഒത്തിരി പേരുണ്ട്. എല്ലാവരും രോഗികളാണ്. ആ രോഗികൾക്ക് ഒരു സാന്ത്വനം. എന്നോട് ഒത്തിരി പേര് പരാതി പറയും, എനിക്ക് ഇന്ന അസുഖമാണ്, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ മിക്കവരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെങ്കിലും തന്നെ അവർ മാറ്റിയെടുത്തിട്ട് പറയാറുണ്ട്, ഞങ്ങളിങ്ങനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ്. അപ്പോൾ അത് കേൾക്കാനായിട്ട് ഒരുപക്ഷെ വീടുകളിലാണെങ്കിൽ ഇപ്പം ഇത്രയും പ്രായമായില്ലേ, ഇനി ഹോസ്പിറ്റലിൽ ഒന്നും പോകണ്ട എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ് വളരെ വലുതായിരിക്കും എന്നതിലൊരു സംശയം വേണ്ട. പക്ഷെ ഇവിടെ ഈ സ്ഥാപനത്തിൽ വന്നപ്പോഴാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. വിവിധ തരത്തിലുള്ള ആളുകൾ, കുറച്ച് പേര് ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്. ആ മരണങ്ങൾക്കെല്ലാം എനിക്ക് അതിനകത്ത് സാക്ഷിയാകാനായിട്ടും, കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും വേണം ഞാൻ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. അപ്പോൾ മരണം സംബന്ധിച്ച് അവർ പറയുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വളരെ ഭയങ്കര വലിയൊരു വേറൊരു അനുഭവമാണ് എനിക്കുണ്ടാകുന്നത്. കാരണം നമ്മൾ അത്രമാത്രം സ്നേഹിച്ച ഒരു വ്യക്തി മരണക്കിടക്കയിൽ നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെ പ്രയാസമുണ്ട് എനിക്ക്. കാരണം ഇത്രയും നാൾ ജീവിച്ചിരുന്നിട്ടും അവരുടെ സ്വന്തം ബന്ധുക്കളായിട്ടുള്ള ആളുകൾ വന്ന് നോക്കാത്ത ഒരവസ്ഥയിൽ എനിക്കാണല്ലോ അതിനുള്ളൊരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. ദൈവം എന്നെയാണല്ലോ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ സന്തോഷമുണ്ടെങ്കിലും ആ ബന്ധുക്കളൊക്കെ ഇത് അറിയുന്നുണ്ടോ, മറ്റുള്ളവരിത് ഈ വേദനകളൊക്കെ അറിയുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. കാരണം അവരിത് മനസ്സിലാക്കിയെടുക്കണം, എങ്കിൽ മാത്രമേ അത് അറിഞ്ഞാൽ മാത്രമേ ഇത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ കണ്ടറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരാളും സ്വന്തം മാതാപിതാക്കളാണെങ്കിലും അല്ലെങ്കിൽ പ്രായമായിട്ടുള്ളവരാണെങ്കിലും ഒരു മോശം വാക്ക് പറയാതെ നല്ല രീതിയിൽ പെരുമാറുകയൊക്കെ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കൂടുതൽ ആത്മീയതയിലേക്ക് അടുപ്പിച്ചതിൻ്റെ ഒരു വചനം എന്ന് പറയുന്നത്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് ഇത് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് എന്ന വിശുദ്ധ മത്തായി 25:40 പറയുന്ന വചനം അതനുസരിച്ച് കൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതലായിട്ട് ഞാനും അതേപോലെ തന്നെ മറ്റുള്ള പ്രവർത്തകരോടും ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ശുശ്രൂഷ പ്രവർത്തനം. യഥാർത്ഥം പറഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ വചനം ഹൃദയത്തെ സ്പർശിച്ച് കഴിയുമ്പോൾ അത് എപ്രകാരം ഫലം പുറപ്പെടുവിക്കുമെന്നത് ജോസഫിൻ്റെ ജീവിതത്തിന് ഒരു ഉദാഹരണമാണ്. തീർച്ചയായിട്ടും ഇത് അനേകം ആളുകൾക്ക് പ്രചോദനമാകും. ഷാലോം ടെലിവിഷനോട് ജോസഫ് കാണിച്ച സഹകരണത്തിനും ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിനും ദൈവം ജോസഫിനെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സമൂഹത്തിൽ ഇന്ന് കാരുണ്യത്തിൻ്റെ ഉറവുകൾ വറ്റിയിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ വ്യക്തിയും നമുക്ക് മുൻപിലൂടെ സഞ്ചരിക്കുന്നു. കരങ്ങളിൽ മുറുകെ പിടിച്ച ജപമാലയുമായി കരഞ്ഞു തളർന്ന അനേകരിലേക്ക് കാവൽ മാലാഖയായി ഇദ്ദേഹവും കടന്നു ചെല്ലുന്നു. സ്വന്തം മാതാപിതാക്കളെ വാർദ്ധക്യത്തിൽ ശുശ്രൂഷിക്കുവാൻ മടി കാണിക്കുന്ന മലയാളിയുടെ സംസ്കാര ജീർണതയ്ക്ക് മുന്നിൽ ഒരുപിടി ചോദ്യങ്ങൾ നൽകിക്കൊണ്ട് ഈ ശുശ്രൂഷകനും നമുക്ക് മുൻപിലൂടെ നടന്നു നീങ്ങുന്നു, ഒരു നല്ല സമറായൻ്റെ ഓർമ്മ പങ്കുവെച്ചുകൊണ്ട്. ശിഷ്യനായ യേശു വിളിക്കുന്നു, സാക്ഷിയായി നിന്നെ വിളിക്കുന്നു. കലപ്പയിൽ കൈവച്ചു പിന്തിരിഞ്ഞിടാതെ യേശുവിൻ സാക്ഷിയായി നീ നീങ്ങണം. ശിഷ്യനായ യേശു വിളിക്കുന്നു, സാക്ഷിയായി നിന്നെ വിളിക്കുന്നു. കലപ്പയിൽ കൈവച്ചു പിന്തിരിഞ്ഞിടാതെ യേശുവിൻ സാക്ഷിയായി നീ നീങ്ങണം.